Hello guys, welcome to Pedia. അപ്പോ T20 World Cup is on the way. ഈ ഫ്രൈഡേ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന 2026 T20 വേൾഡ് കപ്പ് ICC T20 വേൾഡ് കപ്പ് തുടങ്ങാൻ പോവാണ്. Yes, and we are excited just like you guys are. Yes, അപ്പോ ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ how is our 11 looks like എന്നുള്ള പരിപാടിയാണ്. എങ്ങനെയാണ് ടീം ഇന്ത്യ ഇപ്പൊ വേൾഡ് കപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കുന്നത് എന്ന് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, അനാലിസിസ് പോലെ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പ്ലസ് ഇഷാൻ വേഴ്സസ് സഞ്ജു ഒന്ന് ടച്ച് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് ശരിക്കും ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ച് ഉണ്ടായി ആൻഡ് ഇന്ത്യ സ്കോർഡ് 240. വാം അപ്പ് മാച്ച് ആയിരുന്നു. ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയാണ് ഓപ്പൺ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അഭിഷേക് ശർമ്മ അടിച്ചുപൊളിക്കുന്നാണല്ലോ, പക്ഷെ അതിന് വിപരീതമായിട്ട് ഇഷാൻ കിഷൻ അടിച്ചു പൊളിച്ചു. ഭയങ്കര ഫിയർലെസ് ആയിട്ടാണ് ഇന്നത്തെ സ്ട്രൈക്കിൽ എനിക്ക് മനസ്സിലായത്. അതായത് ഒരു പേടിയില്ല, ലൈക് ഹീസ് ജസ്റ്റ് കമ്മിങ് ഔട്ട് ബൂം ബൂം സ്മാഷ്. ഭയങ്കര ഫോമിലാണ്, ഭയങ്കര ടച്ചിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കളിക്കുന്ന ഇന്ന് ആൻഡ്രെ നോർഗേനെ ആദ്യത്തെ ഓവറിൽ അവസാനത്തെ ബോൾ ഒരു 6 അടിച്ചായിരുന്നു പുള്ളിക്കാരൻ. ആ ഒരു ക്ലിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പുള്ളിക്കാരൻ എത്രത്തോളം ടച്ചിലാന്നുള്ളത്. ഭയങ്കരമായിട്ട് ഇൻഫോം ആണ്. റിട്ടയർഡ് ഔട്ട് ആയിട്ട് മാറിയിരുന്നു ഇത്. അതിനുശേഷം അഭിഷേക് ശർമ്മ ഈ പറഞ്ഞ ഔട്ട് ആവാതെ റിട്ടയർ ആയിട്ട് പുറത്തിറങ്ങി. ആൻഡ് ഇഷാൻ കിഷൻ സ്കോർ 53 out of 20 balls ആൻഡ് അഭിഷേക് ശർമ്മ 24 out of 18 balls. അഭിഷേക് ശർമ്മ സത്യം പറഞ്ഞാൽ കുറച്ച് സമയം എടുത്തു, കാര്യം ടച്ച് ആവാനായിട്ട് ഇത്തിരി സമയം എടുത്തായിരുന്നു. കാര്യം ആദ്യത്തെ ഒരു 6-7 ബോള് സൗത്ത് ആഫ്രിക്ക നന്നായിട്ടാണ് ബോൾ ചെയ്തത്. അഭിഷേക് ശർമ്മനെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അഭിഷേക് ശർമ്മയ്ക്ക് വേണ്ടി അവർ കുറച്ചും കൂടെ പ്രിപ്പയർ ആയിരുന്നു. ഇഷാൻ കിഷന് വേണ്ടി അവർ ഒട്ടും പ്രിപ്പയർഡ് പോലായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈവൻ നമ്മുടെ അതിനുശേഷം തിലക് വർമ്മ ആണെങ്കിലും 45 runs. തിലക് വർമ്മനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ തിലക് വർമ്മ ഒരു ഹോം മാച്ച് കളിച്ചിട്ട് ഗ്രോയിൻ ഇഞ്ചുറി ആയിട്ട് ഹേർട്ടായിരുന്നു, സർജറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അധികം മാത്രം എക്സ്പോഷർ കിട്ടിയിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂസിലാൻഡ് സീരീസ് ഒന്നും കളിച്ചില്ലല്ലോ, ഒറ്റ സൗത്ത് ആഫ്രിക്ക സീരീസ് ന്യൂസിലാൻഡ് സീരീസ് എല്ലാം മിസ് ഔട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടച്ച് ആണെന്നും ഫോമിലാണ്, റെഡി ഫോർ വേൾഡ് കപ്പ് എന്നുള്ള ഒരു പ്രഖ്യാപനം പോലെയാണ് ശരിക്കും പറഞ്ഞേക്കുന്നത്. സൂര്യകുമാർ ആ ഫോം നമ്മുടെ ന്യൂസിലാൻഡിൽ അതേ കാഴ്ചപ്പാട് പോലെ തന്നെ ഇപ്രാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കാര്യം സൂര്യകുമാർ യാദവിനെ പറ്റി ഒരു ഫൺ എന്ന് പറയുന്നത് 2025 പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു 21 or 22 ഇന്നിംഗ്സിൽ നിന്ന് എടുത്ത ഫുൾ സ്കോറിനേക്കാളും കൂടുതൽ റൺസ് ഈ 2026 സീസണിൽ ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇൻ ടച്ച് ആണ്. ഇപ്പൊ പുള്ളിക്കാരനെ പറ്റിയുള്ള ഫോമിനുള്ള കൺസേൺ അതൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇന്ന് വന്ന ഗെയിമിന് കുറച്ചുകൂടെ കൺട്രോൾഡ് ആണെന്ന് തോന്നി. അതായത് അവർ ഇറങ്ങിയ നമ്മുടെ ബാറ്റിംഗ് നിരയാണെങ്കിലും ഭയങ്കര ഫുള്ളായി. ബുംറ ഇല്ല, അതിനുവേണ്ടി സഞ്ജു ടീമിലുണ്ടായിരുന്നു, പക്ഷെ സഞ്ജുവിന് ബാറ്റിംഗ് കൊടുത്തില്ല. വിച്ച് മേക്സ് ഇറ്റ് പ്രിറ്റി മച്ച് ക്ലിയർ ദാറ്റ് സഞ്ജു ഇസ് ഔട്ട് ഓഫ് പ്ലേയിങ് 11 എന്നുള്ള പരിപാടിയിൽ കുറച്ചധികം എനിക്ക് അല്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ പൊസിഷൻ ഓപ്പണിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നിലവില് ഇപ്പൊ കഴിഞ്ഞ ഒരു 5 കളിയായിട്ട് സഞ്ജുയുടെ ഫോം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും സഞ്ജു ഔട്ട് ഓഫ് ഫോം ആണ് എന്ന്. അപ്പോ പക്ഷെ ഇഷാൻ കിഷൻ അതേസമയം ഭയങ്കര ഫോമിലാണ്. അപ്പോ ടു ബി ഓണസ്റ്റ് നമ്മളിപ്പോ ലൈക് വേ നോക്കുന്ന സമയത്ത് ഇന്ത്യനെയാണ് നമ്മൾ എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുമ്പോൾ ഇന്ത്യ ജയിക്കണമെന്നാണല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇന്ത്യ കപ്പ് എടുക്കണമെന്നാണ്. ഇന്ത്യ കപ്പ് റിട്ടേൺ ഇന്നേ വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് കപ്പ് ജയിച്ച ടീമും കപ്പ് റിട്ടേൺ ചെയ്തിട്ടില്ല. ഹോമിൽ കളിച്ച ഒറ്റ ടീമും കപ്പ് എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോ ഇന്ത്യ ജയിക്കണമെന്നല്ലേ നമ്മളെപ്പോഴും വിചാരിക്കുള്ളൂ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് 11 തന്നെ ഇറങ്ങണമെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ നോക്കും. ഇതിപ്പോ ലൈക്ക് ഇൻ കേസ് ഇപ്പൊ ഇഷാൻ കിഷൻ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോ 5th പൊസിഷനിൽ റിങ്കു ആണെങ്കിലും ഫോം ചെയ്യണം. അക്ഷർ പട്ടേൽ ഈസ് വൈസ് ക്യാപ്റ്റൻ. അക്ഷർ പട്ടേലിനാണ് നമ്പർ 5 വൈസ് ക്യാപ്റ്റൻ ആണല്ലോ. പുള്ളിക്കാരനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ് ഫോം. എല്ലാവരും സഞ്ജു ഒഴിച്ച് കറക്റ്റ് പറഞ്ഞു. സഞ്ജുവിന് ചാൻസ് കൊടുത്തില്ല, പക്ഷെ സ്റ്റിൽ ആ ന്യൂസിലാൻഡ് സീരീസ് കണ്ടത് എല്ലാവർക്കും അറിയാം. സഞ്ജു ഒഴിച്ച് എല്ലാവരും നല്ല ഫോമിലാണ്. പിന്നെ ബോളിംഗ് ഇപ്രാവശ്യം തിലക് ബോൾ ചെയ്തു, അഭിഷേക് ശർമ്മ ബോൾ ചെയ്തു, ഹർഷദീപ്, ഹർദിക് എല്ലാവരും ബോൾ ചെയ്തു, ഡൂബെ എല്ലാവരും ബോൾ ചെയ്തു. അവർ ട്രൈ ചെയ്തു എല്ലാം, അവർക്ക് പറ്റാവുന്ന എല്ലാം ട്രൈ ചെയ്തു. വെരി ഗുഡ്, നല്ലൊരു കളിയായിരുന്നു. ഇന്ത്യ ജയിച്ചു, പക്ഷെ അവർ നന്നായി ചേസ് ചെയ്തു. പക്ഷെ ചേസിംഗിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ 240 റൺസ് ഒരു T20 മാച്ചിൽ എടുത്തിട്ട് അവർ ചേസ് ചെയ്ത് 210 ശരിക്കും പറഞ്ഞത്. നല്ല അടി ഡൂബയ്ക്ക് എല്ലാവർക്കും. അഭിഷേക് ശർമ്മ നല്ലൊരു ബോൾ ചെയ്തു, ബൗൾഡ് ആയി പോയി. അത് നല്ല രസം ഉണ്ടായിരുന്നു. നല്ലൊരു ക്യാച്ച് എടുത്തായിരുന്നു. എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ത്യ. അപ്പൊ ഐ എം വെരി മച്ച് എക്സൈറ്റഡ് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് എങ്ങടെ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ധോണിയുടെ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ ഇതേ ചോദ്യം ചോദിച്ചായിരുന്നു, എങ്ങനെയുണ്ട് ടീം ഇന്ത്യ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നായിരുന്നു. അപ്പൊ ധോണി പറഞ്ഞത് ഈ ഒരു T20 ടീമിന് എല്ലാം ഉണ്ട്. എക്സ്പീരിയൻസ് ഉണ്ട്, കാലിബർ ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, ആൻഡ് ഭയങ്കര ഡെഡ്ലി ആണ്. അത് പുള്ളിക്കാരൻ മെൻഷൻ ചെയ്ത ഒരു കാര്യം. ഇത്രയും ഡെഡ്ലി ആയിട്ട് ഒരു ടീമിനെ വേറെ പുള്ളിക്കാരൻ കണ്ടിട്ടില്ല.
അപ്പോ അത് നമ്മളും കാണുന്ന കാര്യങ്ങളും കാര്യം ഇപ്പൊ തന്നെ നമ്മൾ നോക്കുന്ന സമയത്തേക്ക് വൺ ഡേയിൽ എടുക്കുന്നേക്കാൾ നമ്മൾ വൺ ഡേ ടൂർണമെന്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ T20 ആണത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറയാം വൺ ഡേയിൽ എടുക്കുന്ന ഏകദേശം സെയിം സ്കോറൊക്കെ തന്നെ ശരിക്കും T20 എടുക്കണ്ട 20 ഓവറിൽ അവര്. അതെ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ആണ്. ഇന്ത്യ ഈസ് ഇൻ ഗ്രേറ്റ് ഫോം. ഇന്ത്യ പ്രിപ്പയർ ചെയ്യായിരുന്നു ഇത്രയും കാലം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. ലൈക്ക് സ്റ്റാർട്ടിങ് ഓൺ February 5th അല്ലേ ഈ ഫ്രൈഡേ. അപ്പോ ഐ ആം ഫിംഗേഴ്സ് ക്രോസ്ഡ് ഈ പ്രാവശ്യം കപ്പ് ഇന്ത്യക്ക് തന്നെ, കപ്പ് ഇന്ത്യക്ക് തന്നെ എടുക്കട്ടെ. അപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഇന്ത്യ. പീസ്. Peace.